തൊഴിൽ മുഖ്യമായ ഒരു ചർച്ചയാണ്. ആൻട്രപ്രണർഷിപ്പ്. ഗുജറാത്തിലെ മേമന്മാർ സേട്ടുമാരോട് ചോദിച്ചാൽ സേട്ടുമാർ ആർക്കും വഴിപ്പെടുകയില്ല, ആരുടെയും ഓഫീസറായി ജോലി ചെയ്യാൻ കിട്ടുകയില്ല, എല്ലാവരും സംരംഭകരായിരിക്കും. ബോറകളോട് ചോദിച്ചാലും അങ്ങനെ തന്നെയാണെന്ന് പറയും. മാർവാടികളും അങ്ങനെ തന്നെയാണ്. മാർവാടികൾ മറ്റൊരാളുടെ കൂലിപ്പണി എടുക്കുകയില്ല, അവർ പണി എടുപ്പിക്കുകയാണ് എന്ന് പറയാറുണ്ട്. മലയാളിയുടെയും അവസ്ഥ ഇന്ന് അങ്ങനെ തന്നെയാണ്. തൊഴിൽ ചെയ്യാൻ താല്പര്യം കുറഞ്ഞു വരികയാണ്. തൊഴിൽ ചെയ്യാൻ താല്പര്യം കുറഞ്ഞു വരുമ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി റോബോട്ടുകളും യന്ത്രങ്ങളും ഇവിടെ വരുമ്പോൾ പണിയെടുപ്പിക്കാനുള്ളൊരു മനോഭാവമെങ്കിലും ഉണ്ടായിത്തീരണം. അതിനാണ് ആൻട്രപ്രണർഷിപ്പുകൾക്ക് വലിയ പ്രോത്സാഹനം. സെൻട്രൽ ഗവൺമെൻറ് 10 കോടി മുതൽ 30 കോടി വരെ ആൻട്രപ്രണർഷിപ്പിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപേക്ഷകൾ പൂർത്തിയാക്കി കൊടുത്ത ആരുടെയും അപേക്ഷ നിരസിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. 10 കോടി ലഭിക്കണമെങ്കിൽ 5% നാം മുടക്കേണ്ടത്, ബാക്കി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് പലിശയ്ക്കുള്ള വായ്പയല്ല, ഈ സംരംഭം ചെയ്യാനുള്ള സംഭാവനയാണ്. 10 കോടി മുതൽ 30 കോടി വരെയാണെങ്കിൽ 15% ക്ലസ്റ്ററുകൾ ചേർന്നുകൊണ്ട് മുടക്കണം. അതിനൊക്കെ പരിശീലനം ഉണ്ടാകുമ്പോഴേ ചെയ്യാൻ കഴിയുകയുള്ളൂ. 140 സോണുകളിൽ 100 സോണുകളിൽ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശീലനം SYS കൊടുക്കുകയും അതിൽ 60ഓളം സോണുകൾ ചെറുതും വലുതുമായ സ്റ്റാർട്ടപ്പുകളുമായി രംഗത്ത് വരികയും ചെയ്തു. ഇനിയും കൂടുതൽ പരിശീലനം കൊടുത്ത് യുവ സമൂഹത്തെ കൂടുതൽ സംരംഭകത്വ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഫൈനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരത ഇല്ലാത്തതിൻ്റെ വലിയ ഒരു ദുരന്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് സമ്പത്ത് ചെലവഴിക്കേണ്ടത്, എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത്, എവിടെയാണത് സ്റ്റോർ ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് അതിന് പ്ലാൻ ചെയ്യേണ്ടത് എന്നറിയാതെ ആരുടെയെങ്കിൽ കയ്യിൽ ക്യാഷ് കൊടുക്കും. കച്ചവടം ചെയ്യാൻ വേണ്ടി കൊടുക്കും. കച്ചവടം പൊട്ടിയാൽ പിന്നെ എൻ്റെ കാശ് തിരിച്ചു വരൂ എന്ന് പറയും. കച്ചവടം തോറ്റാൽ പിന്നെ എങ്ങനെയാണ് ക്യാഷ് തിരിച്ചു കൊടുക്കുക? കൊടുക്കുമ്പോൾ കച്ചവടത്തിനാണോ കടത്തിനാണോ എന്നൊന്നും അങ്ങനെ വ്യക്തമല്ല. കൊടുക്കും, ലാഭം കിട്ടിയാൽ അത് വാങ്ങിക്കൊണ്ടേയിരിക്കും. നഷ്ടമായാൽ ഞാൻ തന്ന കാശ് തിരിച്ചു തരണം എന്ന് മാത്രം പറയും. വാങ്ങിയവനും നിശ്ചയമില്ല, കൊടുത്തവനും നിശ്ചയമില്ല. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗത്ത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജ് നിറയെയുള്ള ആയത്ത്. കോൺട്രാക്റ്റ് വേണം, ഡോക്യുമെൻറ്റേഷൻ വേണം, പരസ്പരം കരാറുണ്ടാകണം, അതിന് സാക്ഷിയുണ്ടാകണം. വളരെ വിശദമായി ഖുർആൻ പറയുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിലും ഇക്കാര്യം ഉണർത്തുന്നുണ്ട്. അതൊന്നും അറിയാതെയും മനസ്സിലാക്കാതെയും സമ്പത്ത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നറിയാതെയും ടാക്സ് കൊടുത്താൽ പൊളിഞ്ഞു പോകുമെന്ന് ചിന്തിച്ച് മറച്ച് വെട്ടിച്ച് കച്ചവടം ചെയ്ത് അവസാനം ഒന്നായിട്ട് ടാക്സുകാരനുമെന്ന് കഴുത്ത് പിടിച്ച് ഞെരുക്കുന്ന അവസ്ഥകൾ. എന്നാൽ സമാധാനപരമായി ഉറങ്ങുന്ന രീതിയിൽ എവിടെ ചെന്നാലും ആരോടും തുറന്ന പുസ്തകം പോലെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തോടുകൂടി നമ്മുടെ സമൂഹം മുന്നേറുമ്പോൾ മാത്രമാണ് ഒരു ഭദ്രതയുള്ള സമൂഹമായിട്ട് നമ്മൾ മാറുന്നത്. സുഭദ്രമായൊരു സമൂഹമായി നാം മാറേണ്ടിയിരിക്കുന്നു. അതിനുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണ് യുവസമൂഹത്തിന് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളും. കമ്മ്യൂണൽ ഹാർമണി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. മാനവസഞ്ചാരത്തിലെ സൗഹൃദ നടത്തം